താമരശ്ശേരി ചുരത്തിന് ബദലായി തുരങ്കപാതയെന്ന ആശയവുമായി കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹ്മാൻ 20 വർഷത്തെ ഗവേഷണത്തിലൂടെയാണ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ അബ്ദുൾ റഹ്മാൻ കോഴിക്കോട് അടിവാരത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് തുരങ്കപാത എന്ന കണ്ടെത്തലിൽ എത്തിയത്. 14 കിലോമീറ്ററുള്ള ഈ പാത ആവാസ വ്യവസ്ഥയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അബ്ദുൾ റഹ്മാൻ പറയുന്നു. ആ വാർത്തയിലേക്ക് പോകാം. അടിവാരം 30 ഏക്കറയിൽ നിന്ന് 14 കിലോമീറ്റർ കൊണ്ട് കൽപ്പറ്റയിലെത്തുന്ന രീതിയിലാണ് അബ്ദുൾ റഹ്മാൻ പഠനം നടത്തിയത്. അടിവാരത്ത് നിന്ന് 30 ഏക്കറയിലേക്ക് സാധാരണ റോഡും 30 ഏക്കറയിൽ നിന്ന് കൽപ്പറ്റ വെള്ളാരംകുന്ന് വരെ 10 കിലോമീറ്റർ ടണലും എന്നതാണ് പദ്ധതി. 30 ഏക്കറയിൽ നിന്ന് ആരംഭിക്കുന്ന തുരങ്കപാത ലക്കിടി, വൈത്തിരി, ചുണ്ടേൽ എന്നീ പട്ടണത്തിനടിയിൽ കൂടി കടന്ന് വെള്ളാരംകുന്നിൽ അവസാനിക്കും. വനത്തെയോ വന്യജീവിയെയോ ആനത്താരകളെയോ ബാധിക്കാത്ത തരത്തിലാണ് അബ്ദുൾ റഹ്മാൻ തുരങ്കപാത നിർദ്ദേശിച്ചിരിക്കുന്നത്. ടണൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സ്വകാര്യ ഭൂമിയിലായിരിക്കും. 30 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വയനാട് കൽപ്പറ്റ ടൗണിലേക്ക് 10 കിലോമീറ്റർ തുരങ്കപാത ആണ് നമ്മൾ കണ്ടെത്തിയത്. എൻ്റെ 20 കൊല്ലത്തെ ഒരു ഗവേഷണമാണ്. അതായത് ഫോറസ്റ്റ് ഇല്ല, വന്യജീവികൾ ആവാസ വ്യവസ്ഥ നശിപ്പിക്കേണ്ട, ആനത്താര ക്രോസ് ചെയ്യേണ്ട, പിന്നെ സർക്കാർ ഭൂമികളൊന്നുമില്ലാതെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി നേരിട്ട് ഓൾറെഡി 2 ഭാഗത്തും അപ്രോച്ച് റോഡ് ഉണ്ട്, വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിവാരത്ത് നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൽപ്പറ്റ എത്താവുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ എൻ്റെ 20 വർഷത്തെ ഒരു അനുഭവം കൊണ്ട് കണ്ടെത്തിയത്. പിന്നെ നിലവിലെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിൽ 5 സ്ഥാനം 10-1. അപ്പോൾ അത് ടൂറിസത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ എക്കണോമിക്കലിൻ്റെ ആളുകൾ മുഴുവൻ അടിവാരത്ത് നിന്ന് ഇതുവഴി പോവുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് അടിവാരത്ത് നിന്ന് കൽപ്പറ്റ എത്താം. ഭൂപ്രകൃതി വെല്ലുവിളിയാവില്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയുന്നു. അടിവാരത്തു നിന്ന് ലക്കടിയിലേക്ക് 700 മീറ്റർ ഉയരവും ലക്കടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് 200 മീറ്റർ താഴ്ചയുമാണ്. തുരങ്കപാത ആരംഭിക്കുന്ന 30 ഏക്കർ അടിവാരത്ത് നിന്ന് ഏകദേശം 300 മുതൽ 310 മീറ്റർ വരെ ഉയരത്തിലും സ്ഥിതി ചെയ്യുന്നു. അന്താരാഷ്ട്ര തുരങ്ക നിർമ്മാണ നിയമങ്ങൾ അനുസരിച്ച് 1 കിലോമീറ്റർ തുരങ്കത്തിന് 30 മീറ്റർ വരെ ഉയരം കൂടാം. അതിനാൽ 30 ഏക്കറിൽ നിന്ന് ലക്കടിയിലേക്കുള്ള 400 മീറ്റർ ഉയരം നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കില്ല. 1500 കിലോമീറ്റർ നീളമുള്ള ഈ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും സെൻസിറ്റീവായ ഒരു മേഖലയാണ് വെള്ളരിമല, ചമ്പ്രമല എന്ന് പറഞ്ഞാൽ നമ്മളെ പീക്ക് വയനാട്ടിലെ. അപ്പോൾ അതിൻ്റെയും ഈ കുറ്റ്യാടി മലനിരകളുടെ ഇടയിലുള്ള ഒരു ബഫർ സോൺ പ്രദേശത്താണ് നമ്മൾ ഈ തുരങ്കപാത നമ്മൾ പറയുന്നത്. അതായത് പരിസ്ഥിതിക്ക് ഒട്ടും ആഘാതം വരാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ 300 മീറ്റർ നമ്മൾ ഓൾറെഡി അവിടെ എത്തി ഹൈറ്റ്. പിന്നെ നമ്മൾ നേരെ തുരങ്കം ഉണ്ടാക്കുന്ന എവിടേക്കാണ്? കൽപ്പറ്റയിലേക്കാണ്. കൽപ്പറ്റ എന്ന് പറഞ്ഞാൽ ലക്കിടിനേക്കാണ് 200 മീറ്റർ താഴ്ചയിലാണ്. അപ്പോൾ അന്താരാഷ്ട്ര നിയമപ്രകാരം നമുക്ക് 300 മീറ്റർ അലൗഡ് ഉണ്ട് ഈ തുരങ്കപാതക്ക് ഹൈറ്റ് കൂട്ടാം. അപ്പോൾ നമുക്ക് 200 മതി, എന്നാലും 100 ബാക്കിയാണ്. പദ്ധതി പ്രാവർത്തികമായാൽ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്താൻ 4 മണിക്കൂർ മതിയെന്ന് അബ്ദുൾ റഹ്മാൻ ഉറപ്പു പറയുന്നു. മാത്രമല്ല, ഈ പാത വന്നാൽ 185 സ്ക്വയർ കിലോമീറ്റർ വനം വച്ചു പിടിപ്പിക്കുന്നതിന് തുല്യമാണെന്ന വാദവും അദ്ദേഹത്തിനുണ്ട്. താമരശ്ശേരി ചുരത്തിൽ കൂടി കൂടുതൽ ദൂരമെടുത്ത് ഉയർന്ന ഗിയറിൽ വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രതിരോധിക്കാൻ അത്രയും മരങ്ങളുടെ ആവശ്യമുണ്ടെന്നാണ് അബ്ദുൾ റഹ്മാൻ അഭിപ്രായപ്പെടുന്നത്. പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അബ്ദുൾ റഹ്മാൻ. ജനം, കോഴിക്കോട്. ഈ അബ്ദുൾ റഹ്മാനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ബദൽ നിർദ്ദേശം, താമരശ്ശേരി ചുരത്തിന് ബദലായിട്ടൊരു തുരങ്കപാത എന്നൊരു നിർദ്ദേശവുമായിട്ട് അബ്ദുൾ റഹ്മാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു 20 വർഷത്തെ ഗവേഷണത്തിലൂടെയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക്, അത് നിർദ്ദേശം അധികാരികളുടെ ശ്രദ്ധയിൽ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്ന് പറയുന്നു. കോഴിക്കോട്ടെ അടിവാരത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് ഒരു തുരങ്ക പാത, അത് പരിസ്ഥിതിക്ക് ഒരു തരത്തിലും കോട്ടം വരുത്താത്ത രീതിയിൽ അത് സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനായതുകൊണ്ട് ഈ നിർദ്ദേശം എത്രത്തോളം പ്രായോഗികമാണ് എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. ഈ മേഖലയിൽ ഒരു പക്ഷേ അബ്ദുൾ റഹ്മാൻ ഒരു പ്രഗത്ഭനായിരിക്കില്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പ്രായോഗികമാണോ എന്ന് ജില്ലാ ഭരണകൂടം പരിശോധിക്കേണ്ടതാണ്.